കമ്പനിയുടെ അഡീഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. വളരെ സന്തോഷമാണ്. ഒരു വാം വെൽക്കായിരുന്നു. കുറെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാം ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കാൻ പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം വിജയം എന്ന് പറയുന്നത് സിസ്റ്റത്തിൽ നിൽക്കുന്ന ആളുകൾക്കാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കാനായിട്ട് പറയണത്. നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വിജയിച്ചവനും വിജയിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, വിജയിച്ചവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് അല്ലെ. നമ്മളൊന്ന് ആലോചിക്കുക, ഇവിടെ ഇപ്പൊ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരുപാട് ലീഡേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കുറിച്ചാണല്ലോ അവർ പറയുന്നത്. അവര് പോയ കാര്യങ്ങള്, അവര് ഞാനൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. സബിത മാഡത്തിന്റെ ഒരു ഒളിമ്പ്യൻ റേസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു 26 മിനിറ്റ് ആയിരുന്ന ആ ഒരു വീഡിയോ. ശരിക്ക് എനിക്കത് ഭയങ്കര ഒരു പ്രചോദനം നൽകിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നിപ്പോ അത് അവര് റിമൂവ് ചെയ്തിട്ടുണ്ട്. ശരിക്ക് തളർന്നിരിക്കുമ്പോ ഞാൻ ഒരുപാട് തവണ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. സബിത മാഡത്തിന്റെ എക്സ്പീരിയൻസ് ഒരു 26 മിനിറ്റാണ് ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. ബാക്കിലേക്ക് ഇങ്ങനെ നടക്കുമ്പോ ആള് വീഴാൻ പോണ്. ആ വീഴുന്ന സമയത്ത് ആള് പറയും, ഇതുപോലെ ഒരുപാട് വീണിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിന്റെ അവർക്ക് വന്നിട്ടുള്ള ബ്ലോക്ക് ആക്കല്, കളിയാക്കല്, ഇങ്ങനെ ശവത്തിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് കളിയാക്കും. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറയണേ, ഇതൊക്കെ നമുക്കും കിട്ടിയതും ആ ഒരു സമയത്ത് ശരിക്കും ഞാനത് ഇങ്ങനെ നിരന്തരം കേട്ടോണ്ടിരുന്ന ഒരിതാണ് വീഡിയോ ആയിരുന്നു. കാരണം ശരിക്ക് തളർന്നു പോകുന്ന അല്ലെ, ബിസിനസ്സാണ്, എളുപ്പല്ല. ഫിജി കാർട്ടില് വിജയിക്കാന്നുള്ളത് അങ്ങനെ ഫിജി കാർട്ട് എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എളുപ്പല്ല. പക്ഷെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്കിവിടെ വിജയിക്കാനായിട്ട് പറ്റും. ഫിജി കാർട്ട് ഏറ്റെടുത്ത ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരുപാടുണ്ട്. ഒരുപാട് ആളുകൾ അതിലൂടെ വരുമാനവും പേടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നെഞ്ചോട് ചേർത്ത് നിർത്തി പോകുമ്പോഴാണ് ആ ഒരു വരുമാനം കൊണ്ട് നമ്മളെ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അത് ശരിക്ക് എന്താണ് പറയാ, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടി വരണം എന്നുണ്ടെങ്കിൽ എന്തിനാണോ നമുക്ക് വരുമാനം കിട്ടിയിട്ടുള്ളത് അതിനെ ചേർത്ത് നിർത്തി പോയാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. അല്ലാത്തോടത്തോളം കാലം അത് പയ്യെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഫിജി കാർട്ട് എന്ന് പറയുന്നത് ശരിക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു അവസരമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് ഒരു 3.5-4 വർഷം കൊണ്ട് ട്രെൻഡുകളൊന്നുമില്ല. ട്രെൻഡ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ, ഞാൻ കയറുന്ന സമയത്ത് ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ റാങ്കുകൾക്ക് പേര് ചേഞ്ച് ചെയ്ത്, പണ്ടെന്തോ സ്റ്റാർ, ഗോൾഡ്, റൂബി അങ്ങനൊക്കെ എന്തൊക്കെയോ പേരുകളായിരുന്നു. പക്ഷെ ഞാൻ കയറി വരുന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞ്, അപ്പൊ ട്രെൻഡൊക്കെ കഴിഞ്ഞ് കമ്പനി കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിച്ച് ആ ഒരു സമയത്താണ് ഞാൻ കയറി വരുന്നത്. അപ്പൊ ഞാൻ കയറി വരുന്ന സമയത്ത് യൂട്യൂബിൽ ഫുൾ നെഗറ്റീവിന്റെ ഒരു കാലഘട്ടമായിരുന്നു. നമ്മള് കുറെ ആളുകളോട് പറയുന്ന സമയത്ത് അവര് യൂട്യൂബ് എടുത്ത് നോക്കും, യൂട്യൂബില് പല നെഗറ്റീവുകൾ കണ്ട് നമ്മളോട് നോ പറയും. അപ്പൊ നോ പറയുന്ന സമയത്തൊക്കെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് നിർത്തി പോവായിരുന്നു. കാരണം പ്രത്യേകിച്ചൊരു മാറ്റവും ഇല്ല. നമ്മൾ ഒരുപാട് പേരോട് പറയുമ്പോഴും അവരൊന്നും കേൾക്കണില്ല. പക്ഷെ ഞാൻ പറയണത്, എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പ്രോഗ്രസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിരന്തരം എന്ത് ചെയ്ത്, നിരന്തരം ഇങ്ങനെ പറയാൻ തയ്യാറായി ആളുകളോട്. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം കയറി വന്നു എന്നുള്ളതാണ്. അതില് എൻ്റെ വീട്ടിലത്തെ, എൻ്റെ കുടുംബത്തിലുള്ളവരോ എൻ്റെ കൂട്ടുകാരൊന്നുമില്ല, ഞാൻ പോലും അറിയാത്ത ആളുകള് എന്നോടൊപ്പം വന്ന്. ഇപ്പൊ ജസീന മാഡം, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അവരെ. ഞാൻ ആദ്യമായിട്ടാണ് അവരെ പ്രോഗ്രാമിന് കണ്ടത്. അപ്പൊ അവര് ഇന്ന് കമ്പനിയുടെ സെയിൽസ് ടീം മാനേജറാണ്. അതുപോലെ തന്നെ ഞാനൊരു കടയിൽ നിൽക്കുമ്പോ ആ കടയിൽ വെച്ചിട്ടാണ് ശ്രുതി എന്ന് പറയുന്ന ഒരു ലീഡർ നമ്മളായിട്ട് സംസാരിച്ച് അവരിന്ന് കമ്പനിയുടെ സെയിൽസ് മാനേജർ റാങ്കിലേക്ക്.
അതുപോലെ ഒരു ജോയിൻ ചെയ്ത സമയത്ത് ഒരു നെറ്റ് ഇതൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന ലീഡർ, അവരോട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അവരും നമ്മളോടൊപ്പം കയറി നിന്ന് അവരും ഇന്ന് സെയിൽസ് ടീം മാനേജറാണ്. അപ്പൊ പല പല റാങ്കുകളിലേക്ക് ഇരിക്കുന്ന ലീഡർമാരായിട്ട് ഇവിടെ മാറി. ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പോലും അറിയാതെ ഈ ബിസിനസ് സീരിയസ് ആണെങ്കിൽ നമ്മളിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. അതിന് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുക. കാരണം എനിക്കിപ്പോ റൈഡർ ഫണ്ട് വന്ന സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയിട്ടുള്ള നമുക്കറിയാലോ ഒരു 5-6 NSTM ലീഡർമാര് അവരവരെ കോടികൾ സമ്പാദിച്ച് കാറും വീടും എല്ലാം നേടിയതിന് ശേഷം ഒരു തോന്നൽ വരണം, ഇനി സ്വന്തമായിട്ട് ഒരു കമ്പനി ഉണ്ടാക്കാം, അതിന് നമ്മൾക്ക് കുറെ ആളുകളെ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൽ നിന്ന് കൊണ്ടുപോവാം എന്നൊക്കെ ഉള്ള രീതിയിൽ എന്നെയും അതിലൊരു NSTM ലീഡർ സംസാരിച്ച്, അപ്പൊ നമുക്കൊരു ഐഡിയ തരാം, നല്ല ഐഡിയ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബിസിനസ് ഇനി മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ആരാണ് ഈ പറയണത്? കോടികൾ സമ്പാദിച്ചിട്ടുള്ള, ഇതിൽ കൂടെ കോടികൾ സമ്പാദിച്ച വ്യക്തികളാണ് പറയണത് പ്രോഡക്ട്സുകള് കാര്യങ്ങൾ പറയണത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്തും ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, എവിടെ പോയാലും പണിയെടുക്കണം അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോ വേറൊരു കമ്പനിയിൽ പോയി, നമുക്ക് അവിടെ വെറുതെ കാശ് വരും? ഇല്ല. നമ്മളെവിടെ പോയാലും പണിയെടുക്കണം. ഇവിടെ നമ്മളെടുത്ത എഫേർട്ട് നമ്മളെ എന്താണ് പറയാ, 4 ആളെ അറിയുന്ന അല്ലെ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഹസൻ സാറ് മറ്റൊരാളോട് പറയുന്നു, സാർ എന്ത് ചെയ്യണെന്ന് ചോദിക്കുമ്പോ നമുക്ക് 4 ആളോട് പറയാല. ഞാൻ ചെമ്മന്നൂർ ഗ്രൂപ്പിലാണ്. ഇപ്പൊ ഇന്നലെ മലബാർ ഗോൾഡിൽ പോയി, ഗോൾഡ് എടുക്കാൻ പോയ സമയത്ത് അവിടെയുള്ള സെയിൽസ്മാൻ എന്നോട് ചോദിച്ചു, സാർ എന്ത് ചെയ്യണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബോബി ചെമ്മന്നൂരിന്റെ തന്നെയാണ്, അവർ ഇ-കൊമേഴ്സ് പ്രോജക്റ്റിൽ ഡിവിഷണൽ സെയിൽസ് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യണത് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അവരുടെ മുന്നിൽ നമ്മളൊരു പൊസിഷൻ. നേരെ മറിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ എന്ത് ചെയ്യണ്? ഞാൻ ഇന്ന കമ്പനിയിൽ ഇന്ന ആളായിട്ട് നിൽക്കണം. ഏത് കമ്പനി? ആര്? നമ്മള് അപ്പൊ 4 ആളോട് പറയുമ്പോ തന്നെ നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഈ ഒരു ബിസിനസ്സിൽ കൂടെ വന്ന സമയത്ത് ശരിക്ക് ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ അതാണ്. അപ്പൊ ഇദ്ദേഹം എന്നോട് ഇങ്ങനെയൊക്കെ പറയണ്, ഇതിൽ ഇനി നിന്നിട്ട് ഒരു കാര്യവും ഇല്ല, ഭയങ്കര അതായി ഇതായി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമല്ലേ, ശരിക്ക് തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വിധി നിർണയിക്കപ്പെടുന്നത്. എത്രയോ പേര് അവരുടെ വാക്കുകളിൽ വീണ് ഇന്ന് ഒന്നില്ലാത്ത രീതിയിൽ താളം തെറ്റി പോകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ സ്ഥിരതയോട് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാളെ ഇന്ന് ചിലപ്പോ നമുക്ക് ഒരു സെയിലും ഇല്ലാന്ന് വിചാരിക്കും, നമ്മളിവിടെ എല്ലാ പ്രോഗ്രാമിലും കയറുന്നുണ്ട്, കമ്പനിയുടെ അപ്ഡേഷനുകളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. നാളെ ബോബി ചെമ്മന്നൂരിന് തോന്നണം, ബോച്ചക്ക് തോന്നണേ ബോച്ചേട്ടി ഒന്നും കൂടെ കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ട്രെൻഡ് കയറി വരണം. നമ്മളെ സംബന്ധിച്ച് ഒരേ ട്രെൻഡുകളിലാണ് ബിസിനസ്സുകൾ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കൊറോണ വന്ന സമയത്ത്, ഇപ്പൊ ഞാനൊക്കെ കൊറോണയുടെ ടൈമിലാണ് കയറുന്നതെങ്കിൽ ഇന്ന് കമ്പനിയുടെ 13 റാങ്കിലേക്ക് എത്തിയിട്ടുണ്ടാവും. മനസ്സിലാവണ്ട? ഒക്കെ നഷ്ടപ്പെട്ട്. അപ്പൊ അതിന് ഞാൻ നമുക്ക് എല്ലാത്തിനും ഒരു ഭാഗ്യം വേണം. ചില സമയത്ത് അത് നമുക്ക് കിട്ടാണ്ട് പോകും. പക്ഷെ ബോച്ചേട്ടിയുടെ ട്രെൻഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റാങ്കുകൾ കയറാനായിട്ടൊക്കെ പറ്റി എന്നുള്ളതാണ്. അപ്പൊ അവസരങ്ങൾ നമ്മളെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്നും നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. അപ്പൊ സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഇന്ന് നിൽക്കുന്ന സമയത്ത് വളരെ സന്തോഷമുള്ള 50,000 രൂപ റൈഡർ ഫണ്ട് 30-ാം തീയതി GM പ്രശോഭ് സാർ എനിക്ക് സ്ക്രീൻഷോട്ട് വിട്ടിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഒന്നാലോചിച്ച് നോക്കിയേ, ഒരു സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു 2-3 മാസം പണിയെടുത്താൽ കിട്ടുന്ന ഒരു വരുമാനം ഒറ്റ ചെക്കിൽ എനിക്ക് എന്റെ കമ്പനി തരണം. 49,000 രൂപ പ്രശോഭ് സാറ് എനിക്ക് അവര് അക്കൗണ്ടിൽ കിട്ടിയിട്ടുള്ള സ്ക്രീൻഷോട്ട് വിട്ടു തരുന്ന സമയത്ത് ശരിക്ക് എന്താ പറയാ, സന്തോഷായിരുന്നു. കാരണം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്നേഹിക്കുന്നവർക്ക് പടച്ചോൻ എന്തായാലും ചെയ്യൂല, തരാതിരിക്കൂല. അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ നിങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും
നിങ്ങൾക്ക് ഇവിടുന്ന് നിരാശയായിട്ട് നിങ്ങളെ എന്ത് ചെയ്യൂല, മടക്കൂല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഇന്ന് റൈഡർ ഫണ്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, കമ്പനിയുടെ 1 കോടി മേടിച്ച സബിതാമ്മയുടെ ആയാലും സ്വപ്നാമ്മയുടെ ആയാലും ഇവരൊക്കെ ആദ്യം മേടിച്ചിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? 50,000 രൂപ റൈഡർ ഫണ്ടുള്ള. അടുത്തൊരു 3-3.5 വർഷം കൊണ്ട് ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളും മേടിക്കാൻ പോകുന്ന ഫണ്ടൊക്കെ തന്നെയാണ് ഈ ഹാപ്പി ഹോം ഫണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഞാൻ ഈ റൈഡർ ഫണ്ട് മേടിക്കുന്ന സമയത്ത് ഒരു 2-3 വർഷം മുമ്പ് ഞാൻ മേടിച്ചിട്ടുള്ളതും സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെ ഇൻകം തന്നെയാണ് അല്ലെ. 900 സംതിങ് രൂപയാണ് എനിക്ക് ആദ്യമായിട്ട് വന്നത്. ഞാൻ ഇന്നത് ഓർക്കണം. 900 വന്ന സമയത്ത്